ഹായ് ഓൾ ഫ്രീ ടൈം ആനന്ദകരമാക്കാൻ ഏതൊരു വലിയ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടേക്കാം. ബബ്ബബ തന്നെ കാണാൻ തീരുമാനിച്ചു. ജാക്കറ്റൊക്കെ വലിച്ചു കയറ്റുന്നത് വേറൊന്നും കണ്ടല്ല, ഡിസംബറാണ്, നൈറ്റാണ്, തണുപ്പാണ്. മൂവിക്ക് മിക്സഡ് റിവ്യൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ തിയേറ്ററിൽ കയറാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ നേരെ പോയത് എറണാകുളം കവിതാ തിയേറ്ററിലോട്ടാണ്. വേറൊന്നുമല്ല, ഓരോ സീൻസും കണ്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റും. മൂവിയുടെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് നോ ലോജിക്, കംപ്ലീറ്റ് മാഡ്നസ് ആണെന്നൊക്കെ. അതുകൊണ്ട് ജാമ്യമൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. മൂവി തുടങ്ങി തീരണ വരെ തിയേറ്ററിനുള്ളിൽ ഒരു ആഘോഷം തന്നെയായിരുന്നു. അവിടെ വന്ന എല്ലാവർക്കും, എനിക്കും മൂവി നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതിനേക്കാളും മൂവി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു എന്ന് പറയാം. ഞാനും അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും സിനിമ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു റിവ്യൂ കേട്ട് വരാണ്ടിരുന്നിരുന്നെങ്കിൽ എനിക്കിത് നഷ്ടമായാണ് ഈ ഒരു ഫീഡ്. സോ റിവ്യൂസ് കേട്ട് പോകാണ്ടിരിക്കുന്നവരോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്, അതൊന്ന് കേൾക്കുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ടോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് ഫിലിം റിവ്യൂ ആണ്. ഇന്നത്തെ കാലത്ത് ഫിലിം റിവ്യൂ ആരെ കേൾക്കണം, ആരെ കേൾക്കരുത്, ആരുടെ വാക്ക് കേട്ട് സിനിമയ്ക്ക് പോകണം, ഒറ്റ ഉത്തരവുള്ളൂ, നമ്മൾ സ്വന്തം ഒപ്പീനിയൻ. അതിന് നമ്മൾ ഫിലിം പോയി കാണണം. അല്ലാണ്ട് ഒരു 10 മിനിറ്റ് ലെങ്ത്തുള്ളൊരു റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാണ്ടിരിക്കുന്നതിനേക്കാൾ മണ്ടത്തരം വേറെ ഇല്ല. അല്ലെങ്കിൽ പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ റിവ്യൂ കാണണം. അതുപോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക്സ്, ഇതൊക്കെ കേട്ടിട്ട് ഒരു സിനിമയ്ക്ക് നമുക്ക് ഓക്കെ അത്യാവശ്യം മനസ്സിലാവും. കാരണം പലരുടെ നമ്മൾ ഒപ്പീനിയൻ കാണുന്നുണ്ട്. അല്ലാണ്ട് ഒരാളുടെ റിവ്യൂ മാത്രം കേട്ടിട്ട് ഒരു സിനിമ കാണാണ്ടിരിക്കുന്നതിനേക്കാൾ മണ്ടത്തരം വേറെ ഇല്ല. കാരണം എൻ്റെ ആസ്വാദന രീതി ആയിരിക്കത്തില്ല വേറെ ആൾക്ക്. അത് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആയിരിക്കും. ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു മൊബൈൽ വാങ്ങിയിട്ട് അതിൻ്റെ സ്പെക്സിൻ്റെ റിവ്യൂസ് പറയണ പോലെ അല്ല ഒരു ഫിലിം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയണതും അത് വിശ്വസിക്കണം. കാരണം എനിക്കെങ്ങനെയാണോ അത് ഫീൽ ചെയ്തേക്കണം അതുപോലെ ആയിരിക്കത്തില്ല എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾക്കത് ഫീൽ ചെയ്യണത്. ചിലപ്പോൾ നമ്മൾ ഫിലിം കണ്ടു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഫീൽ ചെയ്യണത് പൈസ പോയി, നമുക്ക് 150 രൂപയെങ്കിൽ 150 രൂപ നമുക്ക് അതിന് വാല്യൂ ഉണ്ട്, അത് നഷ്ടമായി എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നാം. അതങ്ങനെയാണ്. അതേസമയം ഒരു സിനിമ കണ്ടിട്ട് അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് തന്നാലോ. സോ ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പോയി ഫിലിം കാണുക, നമുക്ക് തന്നെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.